ഹോം ട്രസ്റ്റ് തീപിടുത്തത്തിൽ അന്വേഷണമില്ല. കത്തിച്ചതാകാമെന്ന നിഗമനത്തിൽ ഫയർഫോഴ്സ്. വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ ഷോർട്ട് സർക്യൂട്ടിന് സാധ്യതയില്ല. അട്ടിമറിയാകാമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആരോപണം. AK അഭിലാഷ് വിശദാംശങ്ങളുമായി. അഭിലാഷ്, എന്തുകൊണ്ട് അന്വേഷണമില്ല? നികേഷ് കുമാർ, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് ഈ കോംട്രസ്റ്റ് നെയ്ത്തുശാലയ്ക്ക് തീപിടുത്തമുണ്ടാകുന്നത്. 7ഓളം ഫയർഫോഴ്സ് യൂണിറ്റാണ് ഇവിടെ എത്തി തീ അണയ്ക്കുകയും ചെയ്തത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സ് പറയുന്നത് ഇത് സാമൂഹ്യ ദ്രോഹികൾ തീയിട്ടതാകാം എന്നുള്ള സംശയമാണ് അവർ ഉന്നയിച്ചത്. അതിന് പ്രധാനമായും അവർ പറഞ്ഞത് ഈ കെട്ടിടത്തിലേക്ക് വൈദ്യുതി സർക്യൂട്ടില്ല, വിച്ഛേദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിലൊരു സാധ്യത പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലേതെങ്കിലും സാമൂഹ്യ ദ്രോഹികളുടെ ഇടപെടലാവാം തീപിടിക്കാനുള്ള കാരണമെന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ 1.5 വർഷത്തോളം സമര രംഗത്തുണ്ടാകുന്ന ഈ സമരസമിതി കൺവീനറും ഇതേ ആവശ്യം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭൂമാഫിയാണ് ഇത്തരത്തിലുള്ള തീപിടുത്തത്തിന് പിന്നിലെന്നുള്ള ആരോപണമാണ് അവർ പ്രധാനമായി ഉന്നയിക്കുന്നത്. പക്ഷേ പോലീസിനെ നമ്മൾ സമീപിച്ചപ്പോൾ പോലീസ് പറയുന്നത് ഈ കേസിൽ ഒരു പരാതിയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു അന്വേഷണവും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതേസമയം സമരസമിതി വളരെ കൃത്യമായി തന്നെ പറയുന്നു, ഇന്നലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇത് പോലീസും അതോടൊപ്പം തന്നെ ഭൂമാഫിയയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്വേഷണമില്ല എന്നുള്ള കാര്യം അവർ പറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാർക്കിങ്ങോ പരിശോധനയോ നടത്താൻ പോലീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളോ തയ്യാറായിട്ടില്ല. ഇതൊക്കെ ഇക്കാര്യത്തിൽ ദുരൂഹത വെളിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഏതായാലും സമരസമിതി ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഈ കേസിൽ ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 1.5 വർഷമായി അവർ സമരരംഗത്തുണ്ട്. അതോടൊപ്പം ഈ കോംട്രസ്റ്റ് സർക്കാർ ഏറ്റെടുക്കുന്ന ആവശ്യവുമായി ശക്തമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് അവരുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകി.